നമസ്കാരം. കാൽപന്തിന്റെ ലോക രാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഭൂഖണ്ഡങ്ങളുടെ പോരാട്ടത്തിന് വടക്കേ അമേരിക്കയിൽ വന്യവും ആവേശഭരിതവുമായ തുടക്കം. ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ടെക്ക സ്റ്റേഡിയത്തിൽ പന്തുരുണ്ടപ്പോൾ ഒരേ സമയം ലഹരിയും ചോരയും കണ്ണുനീരും കലർന്ന നാടകീയ രംഗങ്ങൾക്കാണ് വേൾഡ് കപ്പ് ഓപ്പണിംഗ് സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് ഹിപ്സ്ഡോൺ എന്ന തന്റെ വിശ്വപ്രസിദ്ധമായ നൃത്തച്ചുവടുകളുമായി ലാറ്റിൻ പോപ്പ് റാണി ഷക്കീറയും സംഘവും വേദിയിൽ തീപ്പൊരി പാറിച്ചപ്പോൾ മറുവശത്ത് സ്റ്റേഡിയത്തിന് പുറത്ത് കാണികളും പോലീസും തമ്മിൽ തെരുവുയുദ്ധം നടക്കുകയായിരുന്നു. ഒരു മഹാമേളയെ പാടെ തകിടം മറിക്കുമെന്ന് ഭയപ്പെടുന്ന തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികളാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ഫുട്ബോൾ മാമാങ്കത്തിന് ഔദ്യോഗികമായി തിരിതെളിഞ്ഞത്. അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റാണിത്. കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളുടെയും കാതടിപ്പിക്കുന്ന സംഗീതത്തിന്റെയും അകമ്പടിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ അരങ്ങേറിയത്. നൈജീരിയൻ ഗായകൻ ബർനാബോയ്ക്കൊപ്പം ഈ വർഷത്തെ ഔദ്യോഗിക ലോകകപ്പ് ഗാനമായ ദായി ദായി പാടിക്കൊണ്ട് ഷക്കീറ വേദിയിലേക്ക് എത്തിയപ്പോൾ സ്റ്റേഡിയം ഇരമ്പിയാർത്തു. നിയോൺ മഞ്ഞ ബോഡിസ്യൂട്ടും വെള്ള മിനിസ്കർട്ടും ധരിച്ച് അതീവ ഗ്ലാമറസായി എത്തിയ കൊളംബിയൻ സുന്ദരി തന്റെ ട്രേഡ്മാർക്ക് നൃത്തച്ചുവടുകളിലൂടെ ആസ്റ്റക്കയെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിപ്പിച്ചു. പരമ്പരാഗത മെക്സിക്കൻ മരിയാച്ചി ബാൻഡിന്റെ അകമ്പടിയോടെ ഷക്കീറ നൃത്തം ചെയ്തപ്പോൾ ഗാലറിയിലെ പതിനായിരങ്ങൾ ആർത്തു വിളിക്കുകയായിരുന്നു. ഇതിനിടെ സ്റ്റേഡിയത്തിന്റെ മധ്യത്തിൽ നിന്നും ലോകകപ്പ് ട്രോഫിയുടെ ഭീമാകാരമായ സ്വർണ്ണപ്പകർപ്പ് ഉയർന്നു വന്നത് കാണികളിൽ അത്ഭുതമുയർത്തി. ലോകകപ്പിനായി പുറത്തിറക്കിയ ആദ്യത്തെ മ്യൂസിക് ആൽബത്തിലെ പ്രമുഖ താരങ്ങളായ ജെ ബാൽവിൻ, അൽജാൻഡ്രോ ഫെർണാണ്ടസ്, ബെല്ലിൻഡ, ഡാനി ഓഷ്യൻ, ലീല ജോൺസ്, ലോസ് ഏഞ്ചലസ്, എസുലസ്, മാന, ചൈല എന്നിവരുടെ പ്രകടനങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി. റീജിയണൽ മെക്സിക്കൻ പോപ്പ് റോക്ക് ഇതിഹാസങ്ങളായ മാനെ ഹോം ക്രൗഡിനെ ആവേശത്തിലാഴ്ത്തിയ ശേഷമാണ് റാപ്പർ ജെ ബാൽവിനും റയാൻ കാസ്ട്രോയും വേദി കൈയടക്കിയത്. തുടർന്ന് മെക്സിക്കൻ നടിയും ഫിഫ അംബാസിഡറുമായ സൽമ ഹായേക്ക് ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഹ്രസ്വമായ സ്വാഗത പ്രസംഗത്തിന് ശേഷം വിവിധ രാജ്യങ്ങളുടെ പതാകകൾ സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിച്ചു. പിന്നീട് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പം സൽമ VIP ഗാലറിയിൽ കളി കാണാനിരിക്കുന്നതും ദൃശ്യമായിരുന്നു. ഉദ്ഘാടന മത്സരത്തിന് തൊട്ടു മുൻപ് ദക്ഷിണാഫ്രിക്കൻ ഗായിക ചൈല തന്റെ രാജ്യത്തിന്റെ ദേശീയ ഗാനവും ആലപിച്ചു. കളി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മെക്സിക്കൻ പാരമ്പര്യത്തെ നെഞ്ചിലെറ്റുന്ന പ്രശസ്ത അമേരിക്കൻ റെഗറ്റൻ ഗായിക ബെക്കി ജിക്കൊപ്പമാണ് ചൈല കളി ആസ്വദിക്കാനെത്തിയത്. എന്നാൽ ഈ ആവേശ പ്രകടനങ്ങൾക്കിടയിലും സ്റ്റേഡിയത്തിന് പുറത്ത് കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. ടിക്കറ്റ് കിട്ടാത്ത പതിനായിരക്കണക്കിന് സാധാരണക്കാരായ ആരാധകർ മെക്സിക്കോ സിറ്റിയിലെ ചരിത്ര പ്രസിദ്ധമായ സോക്കലോ പ്ലാസയിലെ ഫ്രീ അഡ്മിഷൻ ഫാൻ സോണിലേക്ക് ഇരച്ചു കയറിയത് വൻ ദുരന്തത്തിന് വഴിവെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെക്സിക്കോയിൽ സമരം ചെയ്യുന്ന അധ്യാപകർ നഗരമധ്യത്തിലേക്ക് പ്രവേശിക്കുന്ന തടയാൻ അധികൃതർ സ്ഥാപിച്ച ഇരുമ്പ് ബാരിക്കേഡുകളാണ് ഇവിടെ വിനിയായത്. കളി തുടങ്ങാൻ 1 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ നിയന്ത്രണം വിട്ട ജനക്കൂട്ടം ഈ ബാരിക്കേഡുകൾ തകർത്തകത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു. ഇതോടെ ഫാൻ പാർക്കിൽ തിക്കും തിരക്കും അനിയന്ത്രിതമായി. ജനക്കൂട്ടത്തിന്റെ തള്ളലിൽ കുട്ടികളും സ്ത്രീകളും നിലവിളിക്കാൻ തുടങ്ങി. മൃഗങ്ങളെപ്പോലെ പെരുമാറരുതെന്നും കുട്ടികളുണ്ടെന്നും സിറ്റി ഉദ്യോഗസ്ഥർ മെഗാഫോണിലൂടെ വിളിച്ചു പറയെങ്കിലും ആരും കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് ആരാധകർ പോലീസിന് നേരെ വാട്ടർ ബോട്ടിലുകളും കല്ലുകളും എറിയുകയും വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ സ്ഥലം നിറഞ്ഞു കവിഞ്ഞതായും ആളുകൾ മറ്റ് പ്ലാസകളിലേക്ക് മാറണമെന്നും പ്രാദേശിക ഭരണകൂടത്തിന് സോഷ്യൽ മീഡിയയിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. ഇത്തരം നാടകീയ രംഗങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക US സംരക്ഷകരായ ഫോക്സ് നെറ്റ്വർക്കിനെതിരെ അമേരിക്കൻ കായികപ്രേമികൾ കടുത്ത അമർഷത്തിലാണ്. ഷക്കീറയുടെ ലോകം ഉറ്റുനോക്കിയ ലൈവ് പെർഫോമൻസ് സംപ്രേഷണം ചെയ്യാൻ ഫോക്സ് ചാനൽ തയ്യാറാകാതിരുന്നതാണ് അമേരിക്കൻ ആരാധകരെ ചൊടിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിൽ ചാനലിനെതിരെ കടുത്ത തെറിവിളികളും പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്തായാലും വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊടുവിൽ ഫുട്ബോൾ മാച്ച് ആരംഭിച്ചപ്പോൾ ആതിഥേയരായ മെക്സിക്കോ തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തു. 2010 ലോകകപ്പിൽ ഉദ്ഘാടന മത്സരത്തിന്റെ ആവർത്തനമായ ഈ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് മെക്സിക്കോ ടൂർണമെന്റിൽ ശുഭാരംഭം കുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായി 3 തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമെന്ന റെക്കോർഡുമായി ഇറങ്ങിയ മെക്സിക്കോയ്ക്ക് വേണ്ടി ആരാധകർ സ്റ്റേഡിയം പച്ചയും ചുവപ്പും കടലാക്കി മാറ്റിയിരുന്നു. തലയിൽ വലിയ തൊപ്പികളും മുഖത്ത് ലൂച്ചാഡോർ മാസ്കുകളും ധരിച്ചെത്തിയ ലാറ്റിൻ അമേരിക്കൻ ആരാധകരുടെ ആവേശം മൈതാനത്ത് മെക്സിക്കൻ പടയ്ക്ക് വൻ ഉണർവാണ് നൽകിയത്. ഉദ്ഘാടന ചടങ്ങിലെ സംഘർഷവും US ബ്രോഡ്കാസ്റ്റിംഗ് വിവാദവും ടൂർണമെന്റിലെ സുഗമമായ നടത്തിപ്പിന്മേൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീഴ്ത്തിയെങ്കിലും വരും ദിവസങ്ങളിൽ കളം നിറയാൻ പോകുന്ന പോരാട്ട വീര്യത്തിന്റെ വ്യക്തമായ സൂചനയാണ് മെക്സിക്കോ സിറ്റിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്.